എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒറ്റത്തവണ ഒരു തുക നിക്ഷേപം നടത്തിയാൽ മാസം 3250 രൂപ വരുമാനം ലഭിക്കുന്ന ബാങ്കിനേക്കാൾ അതിസുരക്ഷിതമായ പോസ്റ്റ് ഓഫീസിന്റെ ഒരു മന്ത്ലി ഇൻകം സ്കീമിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് കാണുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. കയ്യിൽ 4-5 ലക്ഷം രൂപ എത്തിയാൽ ബാങ്കിലോ പോസ്റ്റ് ഓഫീസിലോ നിക്ഷേപിച്ച് പണം സുരക്ഷിതമാക്കാം എന്നതാകും പലരുടെയും ചിന്ത. എന്നാൽ നിക്ഷേപത്തിന് മുമ്പ് നിക്ഷേപ ലക്ഷ്യം പരിഗണിക്കണം. മാസ വരുമാനം ആവശ്യമുള്ളവരും പണത്തിന് മൂല്യവർദ്ധനവ് ആഗ്രഹിക്കുന്നവരും ഉണ്ടാകും. മാസ വരുമാനം ആവശ്യമാണ് എങ്കിൽ പോസ്റ്റ് ഓഫീസിന്റെ പ്രതിമാസ വരുമാന പദ്ധതിയാണ് മികച്ച ഒരു ഓപ്ഷൻ. ഒറ്റത്തവണ നിക്ഷേപവും അതിൽ നിന്നുള്ള പലിശ വരുമാനവും മാസ തവണകളായി നേടാൻ സാധിക്കുന്ന പദ്ധതിയാണ് പോസ്റ്റ് ഓഫീസ് മാസ വരുമാന പദ്ധതി. നാഷണൽ സേവിംഗ് മന്ത്ലി ഇൻകം അക്കൗണ്ട് എന്നാണ് പദ്ധതി അറിയപ്പെടുന്നത്. പലിശ വരുമാനം മാസത്തിൽ നൽകുന്നതിനോടൊപ്പം തന്നെ കാലാവധിയിൽ നിക്ഷേപിച്ച തുക തിരികെ ലഭിക്കുകയും ചെയ്യും. 5 വർഷമാണ് നിക്ഷേപ കാലാവധി. കഴിഞ്ഞ 2021 ഏപ്രിൽ 1 മുതൽ പോസ്റ്റ് ഓഫീസ് മാസ വരുമാന പദ്ധതിയുടെ നിക്ഷേപ പരിധി ഉയർത്തിയിട്ടുണ്ട്. വ്യക്തിഗത അക്കൗണ്ടിൽ പരമാവധി 9 ലക്ഷം രൂപയും ജോയിന്റ് അക്കൗണ്ടിൽ പരമാവധി 15 ലക്ഷം രൂപയും ഇപ്പോൾ നിക്ഷേപിക്കാം. നേരത്തെ ഇത് 4.5 ലക്ഷവും 9 ലക്ഷവുമായിരുന്നു. ഫെബ്രുവരിയിൽ നടന്ന 2023 ബജറ്റിലാണ് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ നിക്ഷേപ പരിധി ഉയർത്തിയത്. പദ്ധതിയിലെ ഏറ്റവും കുറഞ്ഞ നിക്ഷേപം 1000 രൂപയാണ്. 1000 രൂപയുടെ ഗുണിതങ്ങളായി നിക്ഷേപം ഉയർത്താവുന്നതാണ്. പോസ്റ്റ് ഓഫീസ് പദ്ധതികൾക്ക് സാമ്പത്തിക വർഷത്തിന്റെ ഓരോ പാദത്തിലും പലിശ നിരക്കുകൾ അവലോകനം ചെയ്യും. 2023 ഏപ്രിൽ ജൂൺ പാദങ്ങളിൽ പോസ്റ്റ് ഓഫീസ് മാസ വരുമാന പദ്ധതിയിൽ 7.4% പലിശയാണ് നൽകുന്നത്. മുൻപാദങ്ങളിൽ ഇത് 7.10%. മുൻപാദത്തിൽ ഇത് 7.10%. അക്കൗണ്ട് ആരംഭിച്ച് 1 മാസം പൂർത്തിയായാൽ പലിശ വിതരണം ചെയ്യും. ഓരോ മാസവും ഇത് പിൻവലിക്കാനാകും. മാസത്തിൽ പിൻവലിക്കാത്ത പലിശ നിരക്കിന്റെ അധിക പലിശയൊന്നും ലഭിക്കില്ല. വ്യക്തിഗത അക്കൗണ്ടും ജോയിന്റ് അക്കൗണ്ടും പോസ്റ്റ് ഓഫീസ് മാസ വരുമാന പദ്ധതിയിൽ ആരംഭിക്കാൻ സാധിക്കും. പ്രായപൂർത്തിയായവർക്ക് മാത്രമാണ് ജോയിന്റ് അക്കൗണ്ട് ലഭിക്കുക. പ്രായപൂർത്തി ആവാത്തവരുടെ പേരിൽ രക്ഷിതാക്കൾക്ക് അക്കൗണ്ട് ആരംഭിക്കാം. 10 വയസ്സ് പൂർത്തിയായവർക്ക് സ്വന്തം പേരിൽ അക്കൗണ്ട് ആരംഭിക്കാനാകും. അതാത് പോസ്റ്റ് ഓഫീസുകളിൽ അപേക്ഷ സമർപ്പിച്ച് ഫോട്ടോ, ആധാർ കാർഡ്, പാൻ കാർഡ് എന്നിവ ഹാജരാക്കിയാൽ അക്കൗണ്ട് ആരംഭിക്കാൻ സാധിക്കും. പദ്ധതിയിൽ ചേരുമ്പോൾ ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. പോസ്റ്റ് ഓഫീസ് മാസ വരുമാന പദ്ധതി അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്ന അധിക തുക തിരികെ നൽകും. ഈ കാലയളവ് വരെ പോസ്റ്റ് ഓഫീസ് സേവിങ്സ് അക്കൗണ്ടിൽ പലിശ നിരക്ക് ലഭിക്കും. ജോയിന്റ് അക്കൗണ്ടിൽ 2 അംഗങ്ങൾക്കും തുല്യ പങ്കാളിത്തമാണ് നിക്ഷേപത്തിലുണ്ടാകുന്നത്. 5 വർഷത്തെ കാലാവധിയിലുള്ള പദ്ധതിയിൽ നിക്ഷേപം ആരംഭിച്ച് 1 വർഷം പൂർത്തിയാകുന്നതിന് മുമ്പ് പിൻവലിക്കാൻ സാധിക്കില്ല. 1 വർഷം പൂർത്തിയാക്കിയ ശേഷം പിൻവലിക്കുമ്പോൾ പിഴ ചുമത്തും. 3 വർഷത്തിന് മുമ്പ് അക്കൗണ്ട് അവസാനിപ്പിച്ചാൽ നിക്ഷേപിച്ച തുകയിൽ നിന്നും 2% കുറച്ചാണ് അനുവദിക്കുക. 5 വർഷത്തിന് മുമ്പ് നിക്ഷേപം പിൻവലിച്ചാൽ 1% കുറച്ചേ തുക ലഭിക്കുകയുള്ളൂ. വ്യക്തിഗത അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്ന പരമാവധി തുക 9 ലക്ഷം രൂപയാണ്. 7.40% പലിശ നിരക്ക്. 9 ലക്ഷം നിക്ഷേപിക്കുമ്പോൾ മാസം 5550 രൂപ ലഭിക്കും. ജോയിന്റ് അക്കൗണ്ടിൽ 15 ലക്ഷം നിക്ഷേപിക്കുന്നവർക്ക് 9250 രൂപയാണ് പ്രതിമാസം ലഭിക്കുക. പദ്ധതിയെക്കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങളുടെ തൊട്ടടുത്തുള്ള പോസ്റ്റ് ഓഫീസുമായി ബന്ധപ്പെടുക. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരേക്കും ബൈ.